1921 മലബാറിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ആ സംഭവങ്ങൾക്കിടക്ക് നമ്മളൊരു മനുഷ്യനെ കാണണം. KM മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ, തിരൂരങ്ങാടിക്കാരനായ മഹാപണ്ഡിതൻ, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉടലും ഉயிருമായിരുന്ന മനുഷ്യൻ. ആ KM മൗലവി എന്ന് പറയുന്ന മനുഷ്യൻ ആ കാലഘട്ടത്തിൽ നടത്തിയ ഇടപെടലുകളെ കുറിച്ച് നമ്മൾ പറയണം. ഇവിടെ ദേശീയതയെക്കുറിച്ച് വലിയ പ്രഘോഷണങ്ങൾ നടക്കുന്നു. ദേശീയത മസിൽ വരിപ്പിച്ച് അത് ഒരു തരത്തിലുള്ള ഭീകരമായ എന്തോ ആക്കി അതിനെ ഫാഷിസം മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ ദേശീയതയെക്കുറിച്ചല്ല, ദേശത്തിന് ഉപകാരപ്പെടുന്ന ഒരു ദേശീയത. ആ ദേശീയതയുടെ സന്ദേശവുമായി ഇതാ ഈ തെരുവുകളിൽ നടന്നത് ഈ മൊയ്തു മൗലവിയാണ്, KM മൗലവിയാണ്. ഹോം റൂൾ ലീഗ് കാലത്ത് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ദേശീയ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സമയത്ത് KM മൗലവി ആ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുന്നുണ്ട്, കോഴിക്കോട്ട് പ്രസംഗിക്കുന്നുണ്ട്. 1920 മുമ്പാണിത്. ഗാന്ധി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൊതുനേതൃത്വത്തിലേക്ക് വരുന്നതിന് മുമ്പാണിത്. ഞാൻ ചോദിക്കുന്നത്, ആരെയാണ് നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കുന്നത്? ആരെയാണ് നിങ്ങൾ രാജ്യത്തോടുള്ള കടപ്പാട് ഓർമ്മിപ്പിക്കുന്നത്? ആരോടാണ് നിങ്ങൾ മതസൗഹാർദ്ദത്തെപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ആനി ബസന്റിന്റെയും കേശവമേനോന്റെയും മാധവൻ നായരുടെയും ഗാന്ധിയുടെയും ഗോഖലെയുടെയും എല്ലാം ആശയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ കൂടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ ഓടി നടന്നത് ഇതാ നിർമ്മലമായ വിശ്വാസമുണ്ടായിരുന്ന KM മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. ഈ മൊയ്തു മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്.